നമസ്കാരം. ഒടുവിൽ CPM അത് ചെയ്തു. വിട്ടുവീഴ്ച. ഇടതുമുന്നണിക്ക് ജയിക്കാവുന്ന 2 രാജ്യസഭാ സീറ്റുകൾ CPIക്കും കേരള കോൺഗ്രസ് എമ്മിനുമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് തമ്മിലടിയോളം എത്തിയ തർക്കം പരിഹരിച്ചിരിക്കുന്നു. UDFന് ജയിക്കാവുന്ന ഒരേ ഒരു രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് വിട്ടുകൊടുത്ത കോൺഗ്രസിൻ്റെ അതേ മാതൃക ഇതാ മുന്നണിയുടെ കെട്ടുറപ്പിനായിട്ട് CPM കൂടി പിന്തുടർന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇടതുമുന്നണി യോഗത്തിൽ അന്തിമ തീരുമാനമായതിന് പിന്നാലെ CPI രാജ്യസഭാ സ്ഥാനാർത്ഥിയായി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടുള്ള PP സുനീറിനെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് ബിനോയ് വിശ്വം പ്രഖ്യാപിക്കുകയും ചെയ്തു. പൊന്നാനി സ്വദേശിയായ സുനീർ നിലവിൽ ഹൗസിംഗ് ബോർഡ് വൈസ് ചെയർമാനാണ്. പൊന്നാനി, വയനാട് മണ്ഡലങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് സുനീർ പലവട്ടം മത്സരിച്ചിട്ടുമുണ്ട്. CPI മലപ്പുറം ജില്ലാ സെക്രട്ടറിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് എം പ്രതിനിധിയായിട്ട് ചെയർമാൻ ജോസ് കെ മാണി വീണ്ടും രാജ്യസഭയിലെത്തുന്നു. 2 രാജ്യസഭാ സീറ്റുകളിലൊന്ന് CPM എടുക്കാനായിരുന്നു ധാരണ. എന്നാൽ ശേഷിക്കുന്ന ഒരേ ഒരു സീറ്റിനായിട്ട് CPIയും കേരള കോൺഗ്രസും പിടിമുറുക്കിയതോടെ മുന്നണിയിൽ പ്രതിസന്ധി ഉടലെടുക്കുകയായിരുന്നു. CPM നടത്തിയ മാരത്തോൺ ചർച്ചകളിൽ ഇരു കക്ഷികളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവകാശവാദവുമായി NCPയും RJDയും രംഗത്ത് വന്നത് കൂടുതൽ തലവേദനയായി മാറിയെന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ രാജ്യസഭാ സീറ്റിൻ്റെ പേരിൽ മുന്നണി ബന്ധം ആടിയുലഞ്ഞതോടെയാണ് സ്വന്തം സീറ്റും വിട്ടുകൊടുത്ത് പ്രശ്നം പരിഹരിക്കുവാൻ CPM നിർബന്ധിതരായത് എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് എമ്മിനെ മടക്കിക്കൊണ്ടുവരുവാൻ UDF നടത്തുന്ന നീക്കങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് CPMനെ പ്രേരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലെടുത്ത തീരുമാനമെന്നായിരുന്നു മുന്നണി കൺവീനറായിട്ട് EP ജയരാജൻ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത്. CPM കാണിച്ചത് ഉയർന്ന നിലവാരമാണ്. മുന്നണിയെ മുന്നോട്ട് നയിക്കുവാനുള്ള രാഷ്ട്രീയ നിലപാടാണ് CPM കൈക്കൊണ്ടതെന്ന് തന്നെയാണ് ജയരാജൻ അടക്കമുള്ളവർ പറയുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി ഒരു വശത്ത്, മുന്നണിയിലെ മുഖ്യ ഘടകകക്ഷികളുടെ കടുത്ത നിലപാടുകൾ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പിണക്കി അകറ്റിയാലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതം, ഇവയൊക്കെ മറുവശത്തുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല. രാജ്യസഭാ സീറ്റ് മറ്റൊരു കക്ഷിക്ക് വിട്ടു നൽകുകയെന്ന അസാധാരണ നിലപാടിലേക്ക് CPM എത്തിച്ചേർന്നതിൻ്റെ കാരണം ഇതാണ് എന്ന് വ്യക്തം. മുന്നണിയുടെ കെട്ടുറപ്പും നിലനിൽപ്പും കാത്തുസൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കണ്ട് CPM സ്വയം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു. ഇതിലൂടെ ഒരു തരത്തിൽ വിപത്തുകൾ മുന്നിൽ കണ്ടുള്ള കീഴടങ്ങൽ എന്ന് വേണമെങ്കിൽ പറയാം. കോട്ടയം സീറ്റിൽ തോൽക്കുക കൂടി ചെയ്തതോടെ പാർലമെന്റിൽ അല്ലാതായ കേരള കോൺഗ്രസ് എമ്മിന് കയ്യിലിരുന്ന രാജ്യസഭാ സീറ്റ് നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമായി മാറി. മറ്റു പ്രലോഭനങ്ങൾ അവിടെ ഏശിയതുമില്ല. അനുനയത്തിന് CPIയും തയ്യാറായില്ല. അതോടെ വല്യോട്ടന് മുട്ടുമടക്കേണ്ടി വന്നു. തിരുത്തലിൻ്റെ തുടക്കമാണിത് എന്നുള്ള ഒരു വ്യാഖ്യാനം കൂടി അതിലൂടെ നൽകാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ ഇടതുകോട്ടകൾ തകർന്നടിഞ്ഞതിന് പിന്നാലെ ഇടതുപക്ഷത്തിൻ്റെ സഹായികളും അഭ്യുതകാംക്ഷികളും പോലും കടുത്ത വാക്കുകളിൽ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നു. LDFനേറ്റ തിരിച്ചടിക്ക് മുഖ്യ കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് എന്നായിരുന്നു സമസ്തയുടെ മുഖപത്രമായുള്ള സുപ്രഭാതമടക്കം ആഞ്ഞടിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമായി. സർക്കാരിൻ്റെ അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനമാണ് പിന്നാക്ക പട്ടിക വിഭാഗം വോട്ടുകൾ ചോർത്തിയത് എന്നുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ വിമർശനവും സർക്കാരിനെയും CPMനെയും ഇരുത്തി ചിന്തിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ വിമർശനങ്ങളോട് പാർട്ടി ഇനിയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ മാർദ്ദവമില്ലാതെയാണെങ്കിലും സതുദ്ദേശത്തോടെ സർക്കാരിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തിരുത്താൻ ശ്രമിച്ച ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയായ ഗീവർഗീസ് മാർ കൂറിലോസിനെ വിവരദോഷിയായി മുഖ്യമന്ത്രി ചിത്രീകരിച്ചത് ക്രൈസ്തവ സഭകളിൽ മാത്രമല്ല ഇടത് കേന്ദ്രങ്ങളിൽ പോലും കടുത്ത നീരസത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെയൊക്കെ തിരുത്തൽ ആവശ്യമാണ്. ഇനി എങ്ങനെ? വിമർശനങ്ങളോട് അസഹിഷ്ണുത പാടില്ല എന്നും മുന്നണിയിൽ നിന്ന് അകന്നുപോയ ജനവിഭാഗങ്ങളെ വീണ്ടും അടുപ്പിക്കുവാനുള്ള തിരുത്തൽ നടപടികൾ സർക്കാരും പാർട്ടിയും കൈക്കൊള്ളണമെന്നും വോട്ടെണ്ണലിന് ശേഷം ചേർന്ന CPMന്റെ സെക്രട്ടേറിയറ്റിൻ്റെ പ്രഥമയോഗം ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു പാർട്ടിക്കും സർക്കാരിനും. അതിന് പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. തെറ്റ് തിരുത്തൽ ഇങ്ങനെയാണോ എന്ന ചോദ്യമാണ് ഇന്ന് ഇത് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. രാജാവ് നഗ്നനാണെന്ന് പറയാൻ ആളില്ലാത്ത വിധം പാർട്ടി അധപ്പതിച്ചുവെന്ന പ്രതിപക്ഷ വിമർശനത്തിനും ഇത് ഇടയാക്കി എന്നുള്ളതാണ്. കനത്ത തിരിച്ചടിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമാണ് എന്ന ആക്ഷേപം ഇടതുമുന്നണി ഘടകകക്ഷികൾക്കിടയിലും പ്രബലമായി എന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന CPMന്റെ പോളിറ്റ് ബ്യൂറോ യോഗം കടുത്ത നിരാശ പ്രകടിപ്പിച്ചത് എന്നുള്ളതും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ സ്വയം വിമർശനാത്മകവും ആഴത്തിലുള്ളതുമായ വിശകലനം നടത്തുവാനും PB തീരുമാനമെടുത്തതും യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്നു. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പുറമെ സംസ്ഥാനത്ത് ഇടത് വോട്ടുകളിലേക്കുള്ള BJPയുടെ കടന്നുകയറ്റവും പാർട്ടിയെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്ന് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ആ ദേശീയ പാർട്ടിയായിട്ട് നിലനിൽക്കാനെങ്കിലും ഈ പാർട്ടി ഇനിയും എത്ര നാൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ചിന്താകുലമാക്കുന്നത് അണികളെയും ദേശീയ നേതാക്കളെ അടക്കം. എങ്കിലും അപ്പോഴും ധാർഷ്ട്യത്തിന് ഒട്ടും കുറവില്ലാതെ മുന്നോട്ട് പോകുന്ന പിണറായി വിജയനെ കാണേണ്ടി വരുന്നത് ഈ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഗതികേടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും
പാർട്ടിയിൽ നിന്ന് കേരള കോൺഗ്രസും വിട്ടുപോകും, UDF ചേക്കേറും എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ട് വലിയേറ്റം മനോഭാവം ഉപേക്ഷിച്ചുകൊണ്ട് CPIക്കും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിനും 2 സീറ്റുകൾ 2 രാജ്യസഭാ സീറ്റുകൾ ഉള്ളത് വിട്ടുകൊടുത്ത് ആ പാർട്ടികളെ കൂടെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് തെറ്റിതിരുത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് CPM തുടങ്ങുന്ന ആദ്യത്തെ പടി. അത് പക്ഷേ മുന്നോട്ട് പോകുമോ പിന്നോട്ട് പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.